Dear students, previous lecture you are familiar with complex number, arithmetic operation of complex numbers, equality of complex numbers and important laws hold for complex numbers. And in this section, in this video, we will learn about complex conjugate and its properties. Then, നമുക്ക് start ചെയ്യാം. We have complex number is of the form x plus iy. Okay, complex number is of the form x plus iy. Then നമുക്കറിയാം എന്താണ് ഇമാജിനറി പാർട്ട് എന്നത്. ഈ ഇമാജിനറി പാർട്ടിൻ്റെ സൈനാണിത്. ഈ സൈന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കും. സൈന് ചേഞ്ച് ചെയ്തിട്ട് എന്തായി മാറും? ഇപ്പോൾ പ്ലസ് എന്നുള്ളത് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. എക്സ് മൈനസ് ഐ വൈ. ഈ ഒരു ഫോമിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓർ കോൺജുഗേറ്റ് എന്ന് പറയും. ഒന്നുകിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? കോൺജുഗേറ്റ് എന്ന് പറയും. ബൈ definition, if Z is a complex number, then the number obtained by changing the sign of its imaginary part is called complex conjugate or conjugate of Z. And is denoted by if Z equal to x plus iy is a complex number, then Z bar എന്നാണ് നമ്മൾ കോൺജുഗേറ്റിന് ഡിനോട്ട് ചെയ്യുക. Z bar equal to x minus iy is a complex conjugate. Then next നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. First one, Z1 and Z2 are two complex numbers. Then ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താ വരിക? Z1 bar and Z2 bar. Okay, Z1 bar and Z2 bar. നമ്മൾ എഴുതുമ്പോൾ Z1 plus Z2 all bar equal to Z1 bar plus Z2 bar. പ്രോപ്പർട്ടീസ് മൊത്തം കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. Then second one എന്താ പറയുന്നത്? Z1 minus Z2 all bar equal to Z1 bar minus Z2 bar. Then third property,
Z1 Z2 all bar equal to Z1 bar into Z2 bar. Then next fourth one, Z1 by Z2 all bar equal to Z1 bar divided Z2 bar. മെയിൻ ആയിട്ട് 4 പ്രോപ്പർട്ടീസ് ആണ് കോൺജുഗേറ്റിനുള്ളത്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. Z1 plus Z2 all bar equal to Z1 bar plus Z2 bar. Z1 minus Z2 all bar equal to Z1 bar minus Z2 bar. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് ജസ്റ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഈ 4 പ്രോപ്പർട്ടീസ്. ഇതെങ്ങനെ വന്ന് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ Z1 പറഞ്ഞത് 3 plus 2i എടുത്തു. ദെൻ Z2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 4 minus 3i എന്ന് എടുത്തു. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ എടുത്തു. ദെൻ ഇതിൻ്റെ Z1 ബാർ എന്തായിരിക്കും? 3 minus 2i ആൻഡ് Z2 ബാർ എന്തായിരിക്കും? 4 plus 3i. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? Z1 plus Z2. ദെൻ Z1 plus Z2 എന്താ വരിക? Z1 plus Z2 equal to ഇത് അഡീഷൻ ആകുമ്പോൾ റിയൽ പാർട്ടും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 7. ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2i മൈനസ് 3i. അപ്പോൾ എന്ത് വരും? മൈനസ് i എന്ന് വരും. 7 മൈനസ് i. ദെൻ ഇതിൻ്റെ Z1 പ്ലസ് Z2 ഓൾ ബാർ എന്ത് വരും? 7 മൈനസ് i ആണ്. സോ 7 പ്ലസ് i. ഓക്കെ. ദെൻ Z1 ബാർ 3 മൈനസ് 2i, Z2 ബാർ 4 പ്ലസ് 3i. ദെൻ Z1 ബാർ പ്ലസ് Z2 ബാർ എന്ത് വരും? 3 പ്ലസ് 4. 7 മൈനസ് 2i പ്ലസ് 3i പ്ലസ് i. ദെൻ ഇത് രണ്ടും ഈക്വലായില്ലേ? സോ അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ കോംപ്ലക്സ് നമ്പർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ 4 പ്രോപ്പർട്ടിയും ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ 3 പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ. കോംപ്ലക്സ് കോൺജുഗേറ്റും അതേപോലെ തന്നെ പ്രോപ്പർട്ടീസും. ദെൻ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളിവിടെ എക്സാമ്പിൾ കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, സോറി. ഇഫ് Z equal to 3 plus 2i, then Z bar equal to 3 minus 2i. ഓക്കെ. ദെൻ ഇനി അടുത്തത് ഒരു റിസൾട്ടാണ്. അടുത്തത് റിസൾട്ട് എന്താ വെച്ചാൽ റിസൾട്ട് 2 റിസൾട്ട് വരുന്നുണ്ട്. 2 റിസൾട്ട് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താ പറയണത് വെച്ചാൽ സെഡും അതേപോലെ നമ്മൾ കോൺജുഗേറ്റ് സെഡ് ബാർ, സെഡ് പ്ലസ് സെഡ് ബാറും അതേപോലെ സെഡ് ഇൻറ്റു സെഡ് ബാർ, ഇങ്ങനെ ഇത് രണ്ടും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെഡ് പ്ലസ് സെഡ് ബാറും സെഡ് ഇൻറ്റു സെഡ് ബാർ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുക റിയൽ നമ്പേഴ്സ് ആയിരിക്കും എന്നാണ് റിസൾട്ട് പറയുന്നത്. റിയൽ നമ്പേഴ്സ്. ഇതാണ് ഫസ്റ്റ് റിസൾട്ട് എന്താ പറയുന്നത്? നമ്മളൊരു കോംപ്ലക്സ് നമ്പർ സെഡ് എടുക്കാം, അതിൻ്റെ കോൺജുഗേറ്റ് സെഡ് ബാർ അത് തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിയൽ നമ്പർ ആയിരിക്കും കിട്ടുക. അതേപോലെ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? റിയൽ നമ്പർ ആയിരിക്കും കിട്ടുക എന്നാണ് ഫസ്റ്റ് റിസൾട്ട് പറയുന്നത്. അതിന് വേർഡ്സിൽ എഴുതുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. അത് വേർഡ്സിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ദി സം and product of complex number set and its conjugate set bar
are also real numbers. അപ്പോൾ നമ്മൾ സെഡ് ആയിട്ട് എക്സ് പ്ലസ് ഐ വൈ എടുത്തു. ദെൻ ലെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ദെൻ സെഡ് ബാർ എന്ത് വരും? എക്സ് മൈനസ് ഐ വൈ. സോ ഇതിൻ്റെ സെഡ് പ്ലസ് സെഡ് ബാർ എന്താ വരിക? എക്സ് പ്ലസ് ഐ വൈ പ്ലസ് എക്സ് മൈനസ് ഐ വൈ. സോ അതിൻ്റെ ബ്രാക്കറ്റൊക്കെ കളഞ്ഞെഴുതുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് എക്സ് മൈനസ് ഐ വൈ എന്ന് വരും. അപ്പോൾ ഈ ഐ വൈയും കൂടി ക്യാൻസൽ ചെയ്തു. ദെൻ ആൻസർ എന്ത് വരും? 2x. 2x എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ അല്ലേ? 2x ഈസ് എ റിയൽ നമ്പർ. 2x ഈസ് എ റിയൽ നമ്പർ. ദെൻ അടുത്തത് സെഡ് ഇൻറ്റു സെഡ് ബാർ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിൽ കിടക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആകുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? സോ എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ സ്ക്വയർ. ദെൻ എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐൻ്റെ വാല്യൂ മൈനസ് ഐൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. സോ മൈനസ് വൈ. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ നമ്പർ അല്ലേ? ഇമാജിനറി പാർട്ട് ഇല്ലല്ലോ. ഐ വരുമ്പോഴല്ലേ നമ്മൾ ഇമാജിനറി പാർട്ട് പറയാം. അപ്പോൾ സെഡ് പ്ലസ് സെഡ് ബാർ. അതായത് ഒരു സംഖ്യയുടെ കോംപ്ലക്സ് നമ്പർ, ഒരു സംഖ്യയും അതിൻ്റെ കോൺജുഗേറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിലും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? റിയൽ നമ്പേഴ്സാണ് കിട്ടുക എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത റിസൾട്ട് സെക്കൻഡ് വൺ. അടുത്ത് പറഞ്ഞപ്പോൾ ഇതിൽ നമ്മൾ അഡിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറൻസ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെഡ് മൈനസ് സെഡ് ബാർ. ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും തമ്മിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക വി വിൽ ഗെറ്റ് ഇമാജിനറി, പ്യുവർ ഇമാജിനറി പാർട്ടാണ് കിട്ടുക. പ്യുവർ ഇമാജിനറി പാർട്ടാണ് കിട്ടുക. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താ വെച്ചാൽ ദി difference between a complex number and its conjugate, a complex number set and its conjugate set bar are also pure imaginary. ദാറ്റ് ഈസ് നമ്മൾ ഇതേപോലെ എക്സും വൈയും എടുക്കുകയെന്ന് വിചാരിക്കുക. ലെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ദെൻ സെഡ് ബാർ ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. ദെൻ സെഡ് മൈനസ് സെഡ് ബാർ ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് മൈനസ് ഐ വൈ. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ്. ഈ മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ പ്ലസ്, സോ പ്ലസ് ഐ വൈ. ദെൻ എക്സും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു 2iy. ഇറ്റ്സ് എ പ്യുവർ ഇമാജിനറി പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് റിസൾട്ട്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? സമ്മും പ്രൊഡക്റ്റും ആണെങ്കിൽ കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും റിയൽ നമ്പർ ആയിരിക്കും. അതേപോലെ ഡിഫറൻസ് ആണെങ്കിൽ കോംപ്ലക്സ് നമ്പർ പ്യുവർ ഇമാജിനറി ആയിരിക്കും. അങ്ങനെ 2 റിസൾട്ടാണ് കോംപ്ലക്സ് കോൺജുഗേറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഇനിയിപ്പോൾ നമുക്ക് ഇതിന് നമ്മളിപ്പോൾ സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും കാര്യം പറഞ്ഞില്ലേ, ഈ സെഡ് പ്ലസ് സെഡ് ബാർ എന്ന് പറഞ്ഞ ആൻസർ 2x എന്നും സെഡ് മൈനസ് സെഡ് ബാർ എന്ന് പറഞ്ഞത് നമുക്ക് 2iy എന്നും പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സെഡ് പ്ലസ് സെഡ് ബാർ ഈക്വൽ ടു 2x എന്ന് കിട്ടി. അതേപോലെ സെഡ് മൈനസ് സെഡ് ബാർ എന്ന് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2iy എന്ന് കിട്ടി. ഓക്കെ, ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതേപോലെ വൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ ഓഫ് സെഡ് ആണ് അല്ലേ? വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി ഓഫ് സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ റിയൽ ഓഫ് സെഡിന് ഒരു ഇക്വേഷനും അതേപോലെ ഇമാജിനറി ഓഫ് സെഡിന് നമുക്കൊരു ഇക്വേഷനും കണ്ടെത്തിക്കൂടെ? ദാറ്റ് ഈസ് ഈ എക്സ് ഫസ്റ്റത്തെ നമുക്ക് റിയൽ ഓഫ് സെഡിൻ്റെ ഇക്വേഷനാണ് കണ്ടെത്തുന്നത്. സോ റിയൽ ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു സെഡ് പ്ലസ് സെഡ് ബാർ ഡിവൈഡഡ് ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്തായി മാറും? ഡിവൈഡഡ് സെഡ് പ്ലസ് സെഡ് ബാർ ഓൾ ഡിവൈഡഡ് 2. അപ്പോൾ ഇതൊരു ഇക്വേഷൻ. അടുത്തത് നമുക്ക് എന്താ? ഇമാജിനറി ഓഫ് സെഡ് ഈക്വൽ ടു വൈ. ഈ വൈ മാത്രം അവിടെ വെച്ചിട്ട് 2iനെ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് വരും? സെഡ് മൈനസ് സെഡ് ബാർ ഓൾ ഡിവൈഡഡ് 2i. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒന്ന് റിയൽ ഓഫ് സെഡിൻ്റെയും ഒന്ന് ഇമാജിനറി ഓഫ് സെഡിൻ്റെയും. റിയൽ ഓഫ് സെഡും ഇമാജിനറി ഓഫ് സെഡും കാണാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് ഒരു രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് വൺ നമുക്ക് Z1 തന്നിട്ടുണ്ട്. ഇഫ് Z1 ഈക്വൽ ടു 2 മൈനസ് 3i ആൻഡ് Z2 ഈക്വൽ ടു 4 പ്ലസ് 6i. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് എ പാർട്ട് Z1 ഡിവൈഡഡ് Z2 ആൻഡ് ബി പാർട്ട് 1/Z1. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? Z1 എന്ന് പറഞ്ഞാൽ given Z1 equal to 2 minus 3i and Z2 equal to 4 plus 6i. Then Z1 by Z2 equal to എന്താ വരിക? 2 minus 3i by 4 plus 6i. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻ പഠിച്ചില്ല നമ്മൾ, ഡിവിഷൻ്റെ അവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? 4 minus 6i ഡിവൈഡഡ് 4 minus 6i ദെൻസ് ഈക്വൽ ടു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നിട്ട് ഡിവിഷനാണ് തന്നതെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് കോൺജുഗേറ്റ് എന്നുള്ളത്? ഓക്കെ, ദെൻ നമ്മളിത് ചെയ്യുമ്പോൾ 2 minus 3i ഇൻറ്റു 4 minus 6i ഡിവൈഡഡ് ഇത് a plus b ഇൻറ്റു a minus b. സോ a square minus b square then 4 square minus 6i whole square then is equal to 2 into 4 8 minus 2 into 6 so 12i minus 4 into 3 12i plus 3 into 6 18i square divided 4 square 16 minus 6i i square പറഞ്ഞിട്ടുണ്ടെങ്കിൽ i square പറഞ്ഞാൽ -1 അപ്പം -1 ഇൻറ്റു 6 സ്ക്വയർ 36 സോ 16 പ്ലസ് 36 ദെൻ ഈക്വൽ ടു ഇവിടെ 8 -12iയും -12iയും കൂടിയിട്ട് -24i ആവും പ്ലസ് 18i സ്ക്വയർ പറഞ്ഞത് ഒരു മൈനസ് സോ 18 ഡിവൈഡഡ് ബൈ 16 പ്ലസ് 36 52 സോ 8 മൈനസ് 18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -10 -24i ഡിവൈഡഡ് ബൈ
52. So equal to minus 10 by 52 minus 24 by 52 I. പിന്നെ ഒന്നും കൂടി ചെറുതാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ മൈനസ് 5 by 26 മൈനസ് 6 by 13 I. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതെങ്ങനെ ചെറുതാക്കി അറിയാലോ? 10നെ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5 വരും. 52നെ 2 ആയിട്ട് ക്യാൻസൽ ചെയ്താൽ 26 വരും. അപ്പോൾ 24നെ 2 ആയിട്ട് 4 ആയിട്ട് ക്യാൻസൽ ചെയ്താൽ മതി. 4 ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 വരും. 52നെ 4 ആയിട്ട് ക്യാൻസൽ ചെയ്താൽ 13 വരും. അപ്പം മൈനസ് 5 by 26 മൈനസ് 6 by 13 എന്ന് വരും. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത് നമുക്ക് എന്ത് കാണണം? 1 by Z1. 1 by Z1 ഇത് എ പാർട്ടാണ്. ഇനി ബി പാർട്ട്. 1 by Z1 that's equal to 1 by Z1 പറഞ്ഞാൽ എന്താ? 2 minus 3i. 2 minus 3i. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ കോൺജുഗേറ്റ് ആയിട്ട് അല്ല ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ. ഇതാണ് ന്യൂമറേറ്റർ, ഇതാണ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ 1 into 2 plus 3i divided 2 minus 3i into 2 plus 3i. So എന്ത് വരും? 2 plus 3i divided ഇത് a plus b into a minus b. So a square minus b square. 2 square വരുമ്പോൾ 4, 3 square വരുമ്പോൾ 9, പിന്നെ i square ആകുമ്പോൾ അത് plus 4 ആവും. So 13. So 2 plus 3i by 13 that's equal to 2 by 13 plus 3 by 13i. ഇതാണ് 1 by Z1ൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺജുഗേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. കോൺജുഗേറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതേപോലെ 2-3 റിസൾട്ട് പറഞ്ഞു, 2 റിസൾട്ട് പറഞ്ഞു, പിന്നെ ഇക്വേഷൻ പറഞ്ഞു, പിന്നെ 2 പ്രോബ്ലം ചെയ്തു. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിവിഷൻ ആണെങ്കിൽ എന്തായാലും ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.